അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചിഞ്ചച്ചിൽ മുത്തഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 1.25 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് തൈര് ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്. അപ്പോൾ അത്യാവശ്യം പുളിയുള്ള തൈരായതുകൊണ്ടാണ് കേട്ടോ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കുക. ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂണോളം ചെറിയ ഉള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂണോളം കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂണോളം ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ ചിക്കനൊക്കെ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് തന്നെ അതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടിയിൽ തവിടെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ എണ്ണയിലിട്ട് കൊടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കരുത് കേട്ടോ. അങ്ങനെ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല, പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും. ഏകദേശം നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത് കണ്ടില്ല, നമ്മളെ ചിക്കൻ്റെ 2 സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ സാധാ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി ബാക്കിയുള്ള ചിക്കനും നമുക്കിതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്തതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ തന്നെ നമ്മൾ ചിഞ്ചച്ചിൽ മുത്തഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.